ഇന്ന് സംസ്ഥാനത്ത് വീണ്ടും ഒരു ജീവൻ കൂടി കാട്ടാന എടുത്തു എന്നൊരു വാർത്ത വന്നിട്ടുണ്ടായിരുന്നു. തൃശൂർ പീച്ചിയിൽ കാട്ടാനയുടെ ആക്രമണത്തിൽ ഒരാൾ മരിച്ചു. താമര വെള്ളച്ചാൽ കോളനിയിലാണ് പ്രഭാകരൻ എന്ന ആൾക്ക് ജീവൻ നഷ്ടമായത്. അവിടെ നിന്നുള്ള തത്സമയ ദൃശ്യങ്ങളാണ് ഇപ്പോൾ പ്രേക്ഷകർ മാതൃഭൂമി ന്യൂസിലൂടെ കാണുന്നത്. അത്യന്തം സങ്കടകരമായ സാഹചര്യം. എത്രത്തോളം ഗൗരവമില്ല എന്ന് ആര് വാദിച്ചാലും വനമന്ത്രി വാദിച്ചാലും അതീവ ഗൗരവതരമാണ് നമ്മുടെ മലയോര മേഖലയിലെ സാഹചര്യം. ജീവൻ നഷ്ടമാകുന്ന അപകടങ്ങൾ അടിക്കടി ഉണ്ടാകുന്നു. നമ്മളിപ്പോൾ അതിരപ്പള്ളിയിലെ ഒരു കാട്ടാനയെ രക്ഷിക്കുന്നതിൻ്റെ ദൗത്യമൊക്കെ അതിൻ്റെ ദൃശ്യങ്ങളൊക്കെ പങ്കുവയ്ക്കുമ്പോഴും അതേസമയം തന്നെ നമ്മൾ കാട്ടാനകളോടും കാട്ടുമൃഗങ്ങളോടും കാണിക്കുന്ന ദയാവായ്പിൻ്റെ എല്ലാ അർത്ഥത്തിലും നമ്മൾ മുന്നോട്ട് പോകുമ്പോഴും അതേസമയം തന്നെ നാട്ടിൽ ജീവൻ നഷ്ടമാകുന്ന ഒരു പരിസ്ഥിതി നിലനിൽക്കുകയാണ്. വല്ലാത്ത പ്രതിസന്ധിയാണ്. ഇനിയും നടക്കേണ്ടതുണ്ട്. അരുൺ അമൃതനാഥ് കൂടുതൽ വിവരങ്ങളുമായി ചേരുന്നുണ്ട്. അരുൺ, പ്രഭാകരന്റെ മൃതദേഹം ഇപ്പോൾ എങ്ങോട്ടേക്കാണ് കൊണ്ടുപോകുന്നത്? സന്ധ്യ, പ്രഭാകരൻ്റെ മൃതദേഹം ഇപ്പോൾ പീച്ചി ഫോറസ്റ്റ് സ്റ്റേഷനിലേക്കാണ് എത്തിച്ചിരിക്കുന്നത്. ദൃശ്യങ്ങൾ നമ്മൾ കണ്ടതുപോലെ ബോട്ടിലാണ് ഈ ഉൾവനത്തിൽ നിന്ന് മൃതദേഹം ഇങ്ങോട്ടേക്ക് എത്തിച്ചത്. ഗതാഗത സാധ്യമല്ല, പ്രായോഗിക ബുദ്ധിമുട്ടുണ്ടായിരുന്നു. ഏകദേശം 2 മണിക്കൂറോളം പിന്നിട്ടാണ് ഇത്തരത്തിൽ മൃതദേഹം ഇപ്പോൾ ഇവിടെ എത്തിക്കുന്നത്. ഇവിടെ നിന്ന് തൃശ്ശൂർ മെഡിക്കൽ കോളേജിലേക്ക് പോസ്റ്റ്മോർട്ടത്തിനായി കൊണ്ടുപോകും. നാളെ ആയിരിക്കും സംസ്കാര ചടങ്ങുകൾ നടക്കുക എന്നുള്ളതാണ് ഇപ്പോൾ നമുക്ക്. ഇന്ന് പുലർച്ചയോടുകൂടിയാണ് ആക്രമണത്തിൽ ഈ പീച്ചി താമര വെള്ളച്ചാലിൽ പ്രഭാകരൻ മരിക്കുന്നത്. 3 പേരായിരുന്നു ഉൾവനത്തിലേക്ക് പോയത്. പ്രഭാകരനും മകനും മരുമകനും 3 പേർ ഈ വനവിഭവങ്ങൾ ശേഖരിക്കാനായി പോയതായിരുന്നു. കാട്ടാന ഇവർക്ക് നേരെ പാഞ്ഞെടുക്കുകയായിരുന്നു. മറ്റ് 2 പേർക്ക് നേരെ പാഞ്ഞെടുത്തെങ്കിൽ ഇവർ ചിതറിയോടി രക്ഷപ്പെട്ടു. പ്രഭാകരൻ കാട്ടാനയുടെ മുന്നിൽ അകപ്പെട്ടു സംഭവിക്കുന്നു. അതിനുശേഷം ഇത്തരത്തിൽ ബന്ധുക്കളുടെയൊക്കെ പ്രതികരണം നമുക്ക് ലഭ്യമായിരുന്നു. ഈ സമീപ കാലത്തൊക്കെ ഇത്തരത്തിൽ നിരന്തരമായൊക്കെ ഇവർ വനത്തിൽ പോകുന്നവരാണ്. പക്ഷേ സമീപകാലത്തൊന്നും ഇങ്ങനൊരു സംഭവം ഉണ്ടായിട്ടില്ല എന്നുള്ളതാണ് അവർ പറഞ്ഞത്. അതിൻ്റെ ഒരു നടുക്കവും ആഘാതവും ഒക്കെയാണ് അവരിൽ നിന്ന് പ്രകടമായത്. കാരണം നിരന്തരമായി ഇത്തരത്തിൽ കാട്ടാന ആക്രമണം തുടർക്കഥയാകുന്നു. ഓരോ ദിനവും ദിനം പ്രതി നമ്മൾ പുതിയ ആളുകൾ ഈ കാട്ടാന വന്യമൃഗ ശല്യത്തിൽ ജീവൻ നഷ്ടപ്പെടുന്നവരുടെ കൂട്ടത്തിലേക്ക് പുതിയ പേരുകൾ ഇങ്ങനെ വന്നുകൊണ്ടേയിരിക്കുന്നു. അത്തരമൊരു സാഹചര്യം നമ്മുടെ മുന്നിലുണ്ട്. രാവിലെ നമ്മളൊരു രക്ഷാദൗത്യത്തിൻ്റെ കാഴ്ചയാണ് കണ്ടെങ്കിൽ മറുഭാഗത്തൊരു ആനയുടെ ആക്രമണത്തിൻ്റെ കാഴ്ച കൂടി കണ്ടിരിക്കുന്നു. അതിലെന്തായാലും ഇപ്പോൾ പ്രഭാകരൻ്റെ മൃതദേഹം ഇവിടെ എത്തിച്ചിരിക്കുകയാണ്. അല്പസമയത്തിനകം പോസ്റ്റ്മോർട്ടത്തിനായി ഈ തൃശ്ശൂർ മെഡിക്കൽ കോളേജിലേക്ക് കൊണ്ടുപോകും. നാളെ ആയിരിക്കും സംസ്കാര ചടങ്ങുകൾ. അത്യന്തം ദുഷ്കരമായൊരു സാഹചര്യത്തിലൂടെ നമ്മൾ കടന്നു പോവുകയാണ്. ഇപ്പോഴിതാ ഒരു ജീവൻ കൂടി നഷ്ടമാകുന്നു. അവിടെ നിന്നുള്ള ദൃശ്യങ്ങളാണ് കാണുന്നത്. എത്രത്തോളം പ്രതിസന്ധി നിറഞ്ഞ ജീവിതമാണ് അവർ മുന്നോട്ട് കൊണ്ടുപോകുന്നത് എന്നത് വ്യക്തമാക്കുന്നതാണ്. അതിനിടയിലാണ് കാട്ടാന ജീവൻ എടുക്കുന്നത്. തൃശ്ശൂർ പീച്ചിയിലാണ് കാട്ടാനയുടെ ആക്രമണത്തിൽ ഒരാൾ മരിച്ചത്. പ്രഭാകരൻ ഉൾപ്പെടെ 3 പേരാണ് വനത്തിനുള്ളിലേക്ക് പോയത്. വനവിഭവങ്ങൾ ശേഖരിക്കാൻ പോയതായിരുന്നു. അപ്പോഴാണ് കാട്ടാന പാഞ്ഞെടുത്തതും പ്രഭാകരന് ജീവൻ നഷ്ടമായതും. ഇപ്പോൾ എന്തായാലും മൃതദേഹം തൃശ്ശൂർ ഫോറസ്റ്റ് ഓഫീസിലേക്ക് കൊണ്ടുവന്നിട്ടുണ്ട്. അവിടെ നിന്ന് മെഡിക്കൽ കോളേജിലേക്ക് പോസ്റ്റ്മോർട്ടം നടപടികൾക്കായി മൃതദേഹം കൊണ്ടുപോകുന്നതാണ്. അരുൺ അമൃതനാഥാണ് വിവരങ്ങൾ നൽകിയത്.